ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാച്ചിലേഴ്സ് സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പിയാണ്. ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. സ്പൈസി ബ്രെഡ് ടോസ്റ്റാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇപ്പോൾ ഞാനിതാ സ്നാക്സിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി കുറേ പേർക്കൊക്കെ അറിയുന്നതാണ്. എന്നാലും സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണിത്. ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ അധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടിയോ ചാറ്റ് മസാല പൗഡറോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ സവാള പച്ചമുളകൊക്കെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇഷ്ടമുള്ളവർ കൂടുതൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക. ഇനി ബാറ്റർ നമുക്ക് മാറ്റി വെക്കുക. നമ്മുടെ സ്പൈസി ബ്രെഡ് ടോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നെയ്യിൽ ചെയ്യുമ്പോഴാണ് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ അധികം കിട്ടുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചെയ്യാം. ഓയിലോ നെയ്യോ ഏതാണെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് മാത്രം മതിയാവും ഇതിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഓരോ ബ്രെഡും നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ്ചറിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ടോസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. അപ്പോൾ ഒരു വശം ഒന്ന് ടോസ്റ്റ് ആവുന്ന സമയം നമുക്ക് മുകളിൽ പച്ചക്കറികൾ തക്കാളി സവാള മല്ലിയില എല്ലാം കുറേശ്ശെ കിട്ടുന്ന രീതിയിൽ ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡിലും ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വെജിറ്റബിൾസ് ഇതേ രീതിയിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്ത് 2 സൈഡും തവി വെച്ചൊന്ന് പ്രസ്സാക്കി കൊടുത്ത് വളരെ ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എന്തായാലും മുട്ടയിൽ ഇങ്ങനെ മുക്കിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഒന്നും ഇങ്ങനെ കോട്ടായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് കാണുന്ന സമയത്ത് നല്ല സ്പൈസി ആയിട്ടും കഴിക്കുന്ന സമയത്ത് സവാളയും പച്ചമുളകും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും ഈ റെസിപ്പി. എന്നാലും കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവില്ല. കുക്കിങ്ങിൽ ബിഗിനേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി ഞാനിത് ഓയിലിലും ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓയിലിലാണ് ചെയ്യുന്നതെങ്കിലും 1 സ്പൂൺ ഓയിലൊക്കെ മതിയാവും കേട്ടോ. ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ബ്രെഡ് ടോസ്റ്റ്. അതിൽ സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ബ്രെഡ് ടോസ്റ്റ് ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ.